നമസ്കാരം. അഗോറ വിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 വിഷുഫലത്തിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം ചേർന്ന ഈ കൂറുകാർക്ക് ഈ ഒരു വർഷക്കാലം മിശ്രഫലമായിരിക്കും ജീവിതത്തിൽ അനുഭവപ്പെടുക. കണ്ടക ശനിയുടെ ദോഷം ഇവരെ നല്ല രീതിയിൽ ബാധിക്കാൻ ഇടയുണ്ട്. അനുഭവത്തിൽ പലർക്കും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. എങ്കിൽ പോലും സാമ്പത്തിക മേന്മ ഉണ്ടാകുമെങ്കിലും അമിതമായ ചിലവുകൾ ഇവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും. അതുപോലെ രോഗാതി ദുരിതങ്ങൾ ഇവരെ അലട്ടാൻ സാധ്യത കൂടുതലാണ്. സ്വന്തക്കാര്, അതായത് അമ്മയും മക്കളും ശത്രുത വർദ്ധിക്കുക, കുടുംബങ്ങളിലെ അമ്മാവൻ തുടങ്ങിയ ആൾക്കാരുമായിട്ടൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ശത്രുത വരാൻ സാധ്യതയുള്ള ഒരു സമയമായിരിക്കും 2026. എങ്കിൽ പോലും 2026 ആദ്യ പകുതിയാവുമ്പോഴേക്ക് തന്നെ ഈ ശത്രുത കുറഞ്ഞു വരുന്നതും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും. അതുപോലെ വാഹനാദി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധയോടെ ഓടിക്കുക. ചില അപകടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ്. വളരെ ശ്രദ്ധയോടെ കൂടിയിട്ട് വാഹന കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നത് നന്നായിരിക്കും. സാമ്പത്തികം വരും, എങ്കിൽ പോലും അമിതമായ ചിലവുകൾക്കും സാധ്യത കൂടുതലാണ്. ജോലിയിൽ തടസ്സങ്ങൾ വരാൻ കാരണമാകും. ശമ്പളം മുടങ്ങിക്കിടക്കാൻ ഇടവരും. പല പ്രവർത്തികളും ഇവരുടെ മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ ഈ ഒരു വർഷക്കാലം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ അപേക്ഷിച്ച ബാങ്ക് ലോണുകളൊക്കെ പല കാരണത്താൽ അത് തടസ്സങ്ങൾ നേരിടും. അത് കിട്ടാനുള്ള ധനം വഴുകാൻ ഇടവരും ഇത്തരം കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള തടസ്സങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലത്തിൽ പകുതിയോളം ആവുമ്പോഴേക്കും തടസ്സങ്ങൾ മാറി ജീവിത സുഖങ്ങളും നല്ല അനുഭവങ്ങളൊക്കെ വരാൻ തുടങ്ങും. എന്തായാലും ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ശുഭാനുഭവങ്ങളൊക്കെ ഈ ഒരു 2026 പകുതിയാവുമ്പോഴേക്കും വരാൻ തുടങ്ങും. ഏതായാലും മിശ്രഫലങ്ങളായിരിക്കും മിക്കവാറും ജീവിതത്തിൽ ഒരു അനുഭവത്തിൽ വരിക. ഒരു ഗുണവും ഒരു ദോഷവും വന്നുകൊണ്ടേയിരിക്കും. അതായത് ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ, അല്ല വളരെയധികം കൈകാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുമായിട്ടൊക്കെ വാക്ക് തർക്കങ്ങൾ വരാതെ നോക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അമിതമായ ചിലവുകൾക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അതെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാ ശുഭാനുഭവങ്ങളും വരുന്നതായിരിക്കും. മഹാലക്ഷ്മി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അഘോര യന്ത്രം ഏലസായിട്ട് ധരിക്കുക. എല്ലാ ശുഭാനുഭവങ്ങളും ഈ രാശിക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.